സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളുടെ YWCAയുടെ ഓണത്തിന്റെ സെലിബ്രേഷന്റെ ഭാഗമാകാൻ സാധിച്ചത്. അപ്പോൾ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ആദരണീയരായിട്ടുള്ള വ്യക്തികൾക്കും എൻ്റെ സ്നേഹവന്ദനം. വെരി ഹാപ്പി ടു സീ യു ഓൾ. ഈ ഒരു ഓണം സെലിബ്രേഷനിൽ നിങ്ങൾ എല്ലാവരും വളരെ മനോഹരമായി ഡ്രസ്സ് ചെയ്തിട്ട് ഓൾ ആർ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. ഞാൻ വന്നപ്പോൾ തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുകയും ഇതൊരു ആഘോഷത്തിൻ്റെ ഒരു വേളയാണല്ലോ. കേരളത്തിൽ ഓണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് സീസൺ ഓഫ് ദി ഇയർ അല്ലേ. എല്ലാ രീതിയിലും നമുക്ക് ആഘോഷത്തിന് ഒരു കാരണം. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പല രീതിയിലുള്ള ഓർമ്മകളാണ് വരിക. ഓണപ്പൂക്കളം, തിരുവാതിര, പുലിക്കളി, വടംവലി, പായസം, ഓണസദ്യ, ഓണക്കോടി, ഓണത്താറ്, ഓണപ്പൊട്ടൻ, പല രീതിയിൽ. അപ്പോൾ എൻ്റെ വീട് എന്ന് പറയുന്നത് ഷൊർണൂറാണ്, പാലക്കാട്. മയിൽവാഹനം എന്ന് പറയുന്ന കുടുംബത്തിലെ ഒരു അംഗമാണ്. അപ്പോൾ അവിടുത്തെ ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ നമ്മളെല്ലാവരും ഒത്തുകൂടും. ഞങ്ങളുടെ ഹാളിൽ ആയിരിക്കും ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒത്തുകൂടുന്നത്. അപ്പോൾ ഓണം എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് തന്നെ ഒരു കൂട്ടായ്മയുടെ ആഘോഷമാണ്. അപ്പോൾ കൂട്ടായ്മയിലാണ് നമ്മൾ ജയിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പല മെമ്മറീസ് ആണുള്ളത്. ഇപ്പം എൻ്റെ ആദ്യം തന്നെ ഓടി വരുന്ന മെമ്മറി ഇപ്പം എൻ്റെ അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന ഒരു വ്യക്തി. ഒരു ഓണ സമയത്താണ് മമ്മിയും ഈ ലോകം വിട്ടു പോയത്, 2023 സെപ്റ്റംബർ 15. അപ്പോൾ എനിക്ക് ഈ ഓണം ആഘോഷിക്കുമ്പോൾ എപ്പോഴും ആദ്യം അമ്മയുടെ ഓർമ്മകളാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും. നമ്മൾ സ്ത്രീകൾ, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പറയായിരുന്നു, നമുക്ക് ഈ സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ വളരെ നിർണായകമായിട്ടുള്ള പങ്കാണ് നമ്മൾ വഹിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ, കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി. അത്രയും ഏതൊരു വ്യക്തിയോടും അവരുടെ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ രതൻ ടാറ്റ പറയുകയുണ്ടായി. രതൻ ടാറ്റയുടെ മുത്തശ്ശി ലേഡി നവജ്ഭായ് ടാറ്റ ഏറ്റവും കൂടുതൽ രതൻ ടാറ്റയെ സ്വാധീനിച്ച ഒരു ശക്തിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ലോകം അഡ്മയർ ചെയ്യുന്ന, ആരാധിക്കുന്ന ഫുട്ബോൾ പ്ലെയേഴ്സിനെ എടുക്കുകയാണെങ്കിൽ ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇവരൊക്കെ അവരുടെ അമ്മമാർക്കും ഒക്കെ വലിയ പങ്ക്, വലിയൊരു സ്ഥാനം കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെ ഏതൊരു വ്യക്തിയുടെയും ഒരു പ്രേരണ ശക്തി, സ്വാധീനിക്കുന്ന ശക്തി എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. അമ്മയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പങ്ക് പേരന്റിങ്ങില് വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ്. എന്നാൽ എനിക്കും 2 ആൺമക്കളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇന്നത്തെ ഈ ഒരു ഹൈടെക് കാലഘട്ടത്തിൽ. എന്നിരുന്നാലും നമ്മൾ YWCAയിൽ ഇരിക്കുമ്പോൾ ക്രിസ്ത്യൻ വാല്യൂസ്, അതായത് ലുക്കിംഗ് ടു ക്രൈസ്റ്റ് ആൻഡ് റണ്ണിംഗ് ദ റേസ്, തീർച്ചയായിട്ടും യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ, ഞാൻ പറയുകയാണെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ആണ് എൻ്റെ റിയൽ ഹീറോ. എൻ്റെ ഹീറോ ജീസസ് ക്രൈസ്റ്റ് ആണ്. എൻ്റെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. വിശുദ്ധ ബൈബിൾ ആണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന ഗ്രന്ഥം. ഞാൻ ദിവസവും ബൈബിൾ നോക്കി അതുപോലെ പകർത്തി എഴുതുന്ന ഒരു വ്യക്തിയാണ്. അതൊരു ദൈവവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു എക്സസൈസ്, ഒരു ടൈമിന് വേണ്ടി. ഇപ്പൊ ഞാൻ ഉൽപ്പത്തി മൊത്തം എഴുതി കഴിഞ്ഞു, ഇപ്പൊ പുറപ്പാട് എഴുതിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ന്യൂ ടെസ്റ്റമെന്റും എഴുതിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഫാദറിന്റെ ബ്രദറിന്റെ വൈഫ് ഡോക്ടർ ലീല രാജൻ ഇങ്ങനെ ബൈബിൾ മൊത്തം എഴുതിയത് കണ്ടിട്ടാണ് എനിക്ക് വളരെയധികം സ്വാധീനമായത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മക്കളെ ഉപദേശിക്കുന്നൊന്നും അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് അവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചാൽ മതി. അപ്പൊ ബൈബിളിൽ തന്നെ യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് ഉപമകൾ വഴിയാണ്, പാരബിൾസ് വഴി. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഉപമയാണ് ദ പാരബിൾ ഓഫ് ദ 10 virgins, ദ വൈസ് ആൻഡ് ഫൂളിഷ് virgins. വിവേകമുള്ളവരും വിവേകമതികളും വിവേകശൂന്യരുമായിട്ടുള്ള 10 കന്യകമാര്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ ഒരു ഉപമ പരിചയമാണ്. അപ്പോ ഈ മണവാളൻ വരുമ്പോ വിവേകമുള്ളവരുടെ കയ്യിൽ എണ്ണ ഉണ്ടായിരുന്നു, വിവേകശൂന്യം ആയിട്ടുള്ളവരുടെ കയ്യിൽ, ഫൂളിഷ് ആയിട്ടുള്ളവരുടെ കയ്യിൽ എണ്ണയും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ അർത്ഥം എന്താന്ന് ചോദിച്ചാല്, ഈ ഒരു പ്രയർ, ഈ ഒരു അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ ബോറോ ചെയ്യാനോ പറ്റത്തില്ല. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം. അപ്പൊ നമ്മുടെ തലമുറ, നമ്മൾ സ്ത്രീകൾ എന്ന നിലയിൽ നമുക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ആ ഒരു ബാറ്റൺ കൈമാറുക എന്നുള്ളത്. ആ ഒരു വിളക്ക് കെടാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളത്. നമ്മളെല്ലാവരും വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിമുദ്ര പതിപ്പിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്.
തകർന്ന് ആകെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു കല്ലറ പോലെ എല്ലാവരും ഓരോ മുറിയിൽ താമസിക്കുന്നു, പരസ്പരം ബന്ധമില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പരസ്പരം വീർപ്പ് മുട്ടി ശ്വാസം മുട്ടി കഴിയുന്ന ഒരവസ്ഥയാണ്. കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് ദൈവം യേശുക്രിസ്തു കാണിച്ചു തന്ന വഴിയിൽ കൂടി ബൈബിളിലെ വനിതകൾ നമുക്ക് മാതൃകയാണ്. ബൈബിളിലെ പൂർവ്വ മാതാക്കൾ എടുക്കാം, സാറ, റെബേക്ക, ലേയ, റാഹേൽ. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ വംശാവലി പട്ടികയിലുള്ള മുതുമുത്തശ്ശികൾ, ജിനിയോളജിയിലുള്ളത് ആരൊക്കെയാണ് നമുക്കറിയാം. ബത്ശേബ, താമാർ, റാഹാബ്, റൂത്ത്. അപ്പൊ ഇവരൊക്കെ പുതിയ നിയമത്തിൽ എടുക്കുകയാണെങ്കിൽ പ്രിസില്ല, ഇയോദ്യ, ഇവരൊക്കെ നമുക്ക് വഴികാട്ടികളാണ്. ഈ ഓരോ സ്ത്രീകളും, അബിഗേൽ, മേരി മഗ്ദലിൻ, യേശുക്രിസ്തുവിന്റെ അമ്മ കന്യക മറിയം, ശമൂവേലിന്റെ അമ്മ ഹന്ന, ഇവരൊക്കെ ഈ മാതാക്കളൊക്കെ നമുക്ക് മാതൃകയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നും എളുപ്പമല്ല. ഷോർട്ട് കട്ടിലൂടെ ഒന്നും നമുക്ക് നേടാൻ സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ ഈ ബൈബിൾ എന്ന വെപ്പൻ ഉപയോഗിച്ച് നമ്മൾ നിരന്തരമായി നമ്മുടെ അവസാന ശ്വാസം വരെ ദൈവത്തോടുള്ള വിശ്വാസം കൈവിടാതെ ജീവിക്കുക എന്ന് തന്നെയാണ് ഈ ഡിജിറ്റൽ ലോകത്ത് നമുക്ക് വിജിലന്റ് ആയിട്ട്, അവേക്കന്റ് ആയിട്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും കുടുംബത്തെയും മക്കളെയും ചേർത്ത് പിടിക്കാൻ സാധിക്കുക. അതിനോടൊപ്പം തന്നെ എനിക്ക് ഈ ഒരു അവസരത്തിൽ ഓണത്തിന്റെ ഐതിഹ്യം, ഞാൻ നിരവധി സ്കൂൾസിലും ഒക്കെ പോകുന്നതാണ്. ഓണത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ട്, ഇത് വാമൊഴി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് നമുക്കറിയാം മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ: മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. അപ്പൊ മഹാവിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമായിട്ടുള്ള വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഐതിഹ്യം. എന്നിരുന്നാലും നമ്മൾ ഒന്ന് ഗവേഷണം ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കും, മഹാബലിയുടെ ആ വിശാലമായിട്ടുള്ള മനസ്സിനും ജനറോസിറ്റിയിലും അദ്ദേഹം, ഈ മഹാവിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമായിട്ടുള്ള വാമനൻ, അതിൽ പ്രീതി നേടി മഹാബലിയെ അനുഗ്രഹിച്ച് സ്വർഗത്തെക്കാട്ടിലും വലിയ സ്ഥലമായിട്ടുള്ള സുതലത്തിലേക്ക് അനുഗ്രഹിച്ച് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഐതിഹ്യം. നിങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്താൽ മനസ്സിലാകും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്, ഒരു ദൈവവും ആരെയും ചവിട്ടി താഴ്ത്തുകയില്ല. അതായത് ഓരോ കാലഘട്ടത്തിൽ, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, 4 യുഗങ്ങളാണ് വേദങ്ങളിൽ പറയുന്നത്. ഇത് ഓണത്തിന്റെ സമയമായതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇപ്പൊ നമ്മൾ കലിയുഗത്തിലാണെന്നാണ് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഇന്ന് വിറ്റുപോകുന്നത് നുണയും മിസ്ഇൻഫർമേഷനുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ ആദ്യത്തെ മിസ്ഇൻഫോമർ എന്ന് പറയുന്നത് ആരാ? സേറ്റൻ, ഗാർഡൻ ഓഫ് ഈഡനിലെ മിസ്ഇൻഫർമേഷൻ. അപ്പൊ നമുക്കറിയുന്ന ഏറ്റവും കൂടുതൽ നുണപ്രചരണങ്ങളും അർത്ഥസത്യങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ, കലിയുഗത്തില് നമുക്കറിയാം, ഈ ഒരു സമയത്ത് നമുക്ക് സത്യം തിരിച്ചറിയാനും അതത് കാലഘട്ടങ്ങളിൽ അധർമ്മത്തെ തോൽപ്പിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് ദൈവം അവതാരമായിട്ട് ജനിക്കുന്നത്. അങ്ങനെ മഹാവിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമാണ് വാമനൻ. അപ്പൊ വാമനൻ എന്ന് പറയുന്നത് മഹാബലിയെ അനുഗ്രഹിച്ച് ഉയർത്തുകയാണ് ചെയ്തത്. അപ്പൊ ഒരു ദൈവവും, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഒരു ദൈവവും ആരെയും ചവിട്ടി താഴ്ത്തുകയില്ല. അത് തന്നെ തെറ്റായിട്ടുള്ള ഒരു ഉപമയാണ്. പിന്നെ മഹാബലി എന്ന് പറയുന്നത്, ഞാൻ പറയുകയാണെങ്കിൽ കമേഴ്ഷ്യലൈസേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ വലിയൊരു കുടവയറും ഒക്കെ ആയിട്ട് ചിത്രീകരിക്കുന്നത്. പക്ഷേ നമ്മളൊന്ന് ബുദ്ധി, യൂസ് യുവർ കോമൺ സെൻസ്, ഡിസ്ക്രീഷൻ, വിവേകം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരു പോരാളി, ഒരു വാരിയറാണ്, പ്രിൻസ് ആണ് മഹാബലി. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ കുടവയറൊക്കെ വരുന്നത്? അപ്പൊ അവിടെയൊക്കെ ഇതൊരു കമേഴ്ഷ്യലൈസേഷൻ, കച്ചവടത്തിന്റെ ഒരു ഭാഗമായിട്ട് വന്ന ചില ഡീവിയേഷൻസ് ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി തിരുത്തുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വം. വരും തലമുറയ്ക്ക് ഇതൊരു കളങ്കമില്ലാതെ സത്യം കൈമാറുക എന്നത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇനി പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ ബ്രദർ എപ്പോഴും പറയുന്നതാണ്, അതായത് ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്, എന്റെ ബ്രദർ, എനിക്കൊരു ബ്രദറേ ഉള്ളൂ, രോഗൻ, എപ്പോഴും പറയുന്നതാണ്, എ ക്യാരക്ടർ, ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്, ഹി ഓർ ഷീ ഈസ് എ പേഴ്സൺ when nobody sees him. ആ വ്യക്തി എങ്ങനെയാണ്, when nobody is watching, ആ വ്യക്തി എങ്ങനെയാണോ, that is the true character.
അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ആ വ്യക്തി 916 ഹോൾമാർക്ക് ഗോൾഡ് ആണോ, പ്യുവർ തങ്കമാണോ, അതോ കളങ്കം പറ്റിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഒരു അമ്മമാർ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് തലമുറയ്ക്ക് സത്യസന്ധതയും ട്രൂത്ത്ഫുൾനെസ്സും ഓണസ്റ്റിയും നന്മയും വിവേകവും കരുണയും ആർദ്രതയും ഒക്കെ കൈമാറുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പൊ ഈ കഴിഞ്ഞ ഒരു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ we are all faced with testing times, challenging crisis, trials, isn't it? നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു എപ്പിസോഡ് നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ആ ഒരു എപ്പിസോഡില് നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ എൻ്റെ ഒരു ജീവിത കാലഘട്ടത്തില് ഞാൻ അങ്ങനെ കുറച്ച് ടെർബുലൻസിലൂടെ കടന്നുപോയ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയാണ് കല്ലുവിള ബേബി മറൈൻ എക്സ്പോർട്സ്. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന്റെ അതായത് എൻ്റെ ഫാദറിലോടെ ബ്രദേഴ്സ്, അവരുടെ ആ ഒരു ജനറോസിറ്റി, KC ബാബു ബേബി മറൈൻ എക്സ്പോർട്സ്, അവരൊക്കെ സെൽഫ്ലെസ് ആയിട്ട് അൺവേവറിംഗ് ആയിട്ട് ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടും, അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ കസിനാണ് ഈ ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചെയർമാനും ഫൗണ്ടറും മറ്റേ അലക്സ് കെ ബാബു. അപ്പം അവരുടെ അൺകണ്ടീഷണൽ സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ അത് നാവിഗേറ്റ് ചെയ്തു. ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത് നമ്മുടെ ഏതൊരു പ്രതിസന്ധിയിലും, ഇനി നമ്മുടെ മരണം വരെ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാവും. ഇപ്പൊ ECG നോക്കുകയാണെങ്കിൽ തന്നെ അപ്പ് ഡൗൺ ആണ്. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമ്മൾ മരിച്ചുപോയി എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ മരണം വരെ നമ്മൾ ഓരോ ക്രൈസിസ് നാവിഗേറ്റ് ചെയ്ത് വരികയാണ് നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ ആ എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെയും ലാർജർ ഫാമിലിയുടെയും സപ്പോർട്ടാണ് നമ്മുടെ ജീവിതം നിർണായകമാക്കുന്നത്. ക്യാരക്ടർ ഈസ് എക്സ്പോസ്ഡ്. അതായത് ഏതൊരു വ്യക്തിയിലും സക്സസിലും പ്ലെന്റിയിലും പ്രോസ്പെറിറ്റിയിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം. ഇൻ ദ സ്പോട്ട് ലൈറ്റ്, ഇൻ ദ സ്റ്റേജ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നാട്ടുകാരുടെ കയ്യടിക്കും, അപ്ലോസിനും, പീപ്പിൾ പ്ലേസിംഗിനും, എന്തൊക്കെ സർക്കസും എന്തൊക്കെ ഹിസ്റ്റോണിക്സും എന്തൊക്കെ ഡ്രാമയും നമുക്ക് ചെയ്യാം. ബട്ട് ബിഹൈൻഡ് ദ ക്യാമറ, when nobody is watching, when you are not there in the spotlight, who you are, that is the true test of your character. നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ടെസ്റ്റ് ലൈഫിൽ ഉണ്ടാവും. എവരിബഡി വിൽ ഹാവ്. ആ സമയത്ത് നമ്മൾ എന്താകുന്നു, നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ, ബ്ലെയിം ചെയ്യാതെ, റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുകയും ജീവിതം യു ലേൺ, ഗ്രോ ആൻഡ് അഡാപ്റ്റ് ടു ദ ന്യൂ സിറ്റുവേഷൻസ്. അത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടത്. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി അൺസർട്ടനിറ്റീസിലോട്ട് ഇടുന്ന സമയത്ത് നമ്മൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരു വീട്ടമ്മമാരുണ്ടാവും, ഓൺട്രപ്രണേഴ്സ് ഉണ്ടാവും, ഹോം മേക്കേഴ്സ് ഉണ്ടാവും. പല രീതിയിലും നമ്മൾ എല്ലാവരും ജീവിതത്തിൽ പയറ്റി പോരാടിയ ഉണ്ണിയാർച്ചകൾ തന്നെയാണ്, അല്ലേ? ശരിയല്ലേ? ഉണ്ണിയാർച്ചകളല്ലേ എല്ലാവരും? അപ്പൊ ഉണ്ണിയാർച്ചകൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പോരാട്ടത്തിൽ നമ്മുടെ ആ ഒരു ഇന്റഗ്രിറ്റിയും സത്യസന്ധതയും ഒക്കെ നഷ്ടപ്പെടുത്താതെ കുടുംബത്തെയും മക്കളെയും ചേർത്ത് പിടിച്ച് ലാർജർ ഫാമിലിയുടെയും എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെയും സപ്പോർട്ടോട് കൂടി ദൈവാനുഗ്രഹത്തിൽ യേശുക്രിസ്തുവിനെ നോക്കി മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റ് ലോകത്തും ഈ ഒരു ഫേക്ക് എർജൻസി കൾച്ചർ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഷോപ്പിംഗ്, ആമസോൺ, ബൈ നൗ, അല്ലെ, ഓൺലി വൺ ഇൻ കാർട്ട്, ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു കാലഘട്ടത്തില് നമ്മൾക്ക് ഈ യേശുക്രിസ്തു തന്നെയാണ് നമ്മുടെ റോൾ മോഡൽ. ബൈബിള് തന്നെയാണ് ഏറ്റവും വലിയ നിധി. അപ്പോ ആ നമ്മുടെ മുന്നിലെ എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും അതിന്റെ സൊല്യൂഷൻ ബൈബിൾ തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഒക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ എടുക്കണം. നമ്മുടെ കുടുംബത്തെയും മക്കളെയും തലമുറയും അനുഗ്രഹിച്ച് അവർക്ക് ഏറ്റവും നല്ല മൂല്യങ്ങൾ കൈമാറിക്കൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ എക്സിറ്റ് ആവുക എന്നുള്ളത്. കാരണം നമ്മൾ എല്ലാവരും വളരെ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തില് മാത്രം ജീവിക്കുന്നതാണ്. എന്നാൽ ഇന്നത്തെ ലോകമാണെങ്കിൽ വഴി തെറ്റിച്ച് വിടാനാണ് കൂടുതൽ ചാൻസ്, നേരായ വഴിയെക്കാട്ടിലും. നമ്മളെ മിസ്ലീഡ് ചെയ്ത്, മിസ്ഗൈഡ് ചെയ്ത്, ഡിസ്ട്രാക്ട് ചെയ്ത് നമ്മുടെ ഫോക്കസ്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഞാൻ ഡാനിയൽ പൂർണ്ണത്തിലച്ഛന്റെ ബൈബിൾ പോഡ്കാസ്റ്റ് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പരസ്യങ്ങളും ഈ സാരിയുടെ ആണെങ്കിലും ഒക്കെ നമുക്ക് പല ഡിസ്ട്രാക്ഷൻസ് യൂട്യൂബിൽ വരികയും നമ്മുടെ ശ്രദ്ധ തിരിച്ച് വിടുകയും ചെയ്യുന്ന സന്ദർഭങ്ങളാണ്. അപ്പൊ അതിലൊക്കെ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുത്താതെ നമ്മൾ യേശുക്രിസ്തുവിലും ബൈബിളിലും നമ്മുടെ കുടുംബത്തെയൊക്കെ ഫോക്കസ് ചെയ്താൽ നമുക്ക് ഏതൊരു പ്രശ്നവും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. The whole universe will be ready for you to solve the problem. എല്ലാം അലൈൻമെന്റിൽ വരും. നമ്മൾ വിചാരിക്കാത്ത വാതിലുകൾ, അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കപ്പെടും.
അതിനായിട്ട് നമ്മുടെ മനസ്സും ഹൃദയവും തുറന്നാൽ മാത്രമേ, ആ തുറവി ഉണ്ടാവും മാത്രമേ നമുക്ക് അതിന്റെ ആൻസേഴ്സ് ലഭിക്കത്തുള്ളൂ. അപ്പൊ ഇതൊരു വലിയൊരു അനുഗ്രഹീതമായിട്ടുള്ള കൂട്ടായ്മയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ പങ്കുണ്ട്. ഒരു ആണിയാണെങ്കിലും ഒരു മഴുവാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു റോള് നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിലുണ്ട്. നമ്മൾ എന്ത് ഫോക്കസ് ചെയ്യുന്നോ, യു അട്രാക്ട് ബ്ലെസ്സിങ്സ് ഇഫ് യു കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. You attract problems if you keep on complaining and murmuring, grumbling. പരാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ അത് തന്നെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇത് യൂണിവേഴ്സിന്റെ ഒരു പ്രപഞ്ച സത്യമാണ്. പൗലോ കോയിലോ ഒക്കെ പറയുന്ന പോലെ നമ്മൾ എന്ത് തീവ്രമായി ആഗ്രഹിക്കുന്നു, ഹോൾ യൂണിവേഴ്സ് അത് നമുക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ പലരുടെയും തുറന്ന പറച്ചിലുകൾ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്നതാണ്. ഇപ്പൊ ഈ അനുപമ പരമേശ്വരൻ അവരുടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ തന്നെ ലെനയുടെ വെളിപ്പെടുത്തലുകൾ, പലരും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്ന ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ നല്ലത് സ്വീകരിക്കുകയും മോശമായിട്ടുള്ളത് ഉപേക്ഷിക്കാനുമുള്ള വേർതിരിവ്, അതായത് ബൈബിളിലെ ശലോമോൻ ദൈവത്തോട് ചോദിച്ചതുപോലെ വിവേകമാണ് വേണ്ടത്. ഇസ്രായേൽ എന്ന ചെറിയ രാജ്യത്തെ ശക്തമാക്കുന്നത് എന്താണ്? അവരുടെ ഇന്റലിജൻസ് ഏജൻസിയാണ്. വേൾഡിലെ നമ്പർ 1 ഇന്റലിജൻസ് ഏജൻസിയാണ് മൊസാദ്. നിങ്ങൾക്കറിയാലോ, ഇന്ത്യയിലെ ഇന്റലിജൻസ് ആണ് റോ, റിസർച്ച് അനാലിസിസ് വിങ്. അതുപോലെ അമേരിക്കയുടെയോ CIA അല്ലെ. അതുപോലെ തന്നെ ഈ ഇസ്രായേൽ പോലുള്ള ചെറിയ രാജ്യം ശക്തമാക്കുന്നത് മൊസാദാണ്, ഇന്റലിജൻസ് ഏജൻസി. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഉറങ്ങി കോംപ്ലസന്റ് ആയിട്ട് അലംഭാവത്തോടുകൂടി ഉദാസീനതയോടുകൂടി അലസതയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ടും അതുപോലെ തന്നെയായിരിക്കും. ഉണർന്നിരുന്ന് ജാഗരൂകതയോടുകൂടി വിജിലന്റ് ആയിട്ട് അവേക്കന്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ശത്രുവിന്റെ ആക്രമണം തടയാൻ പറ്റുള്ളൂ. ശത്രു വന്ന് ആക്രമിച്ച് നമ്മുടെ ടെറിട്ടറിയിലോട്ട് കയറി വന്നിട്ട് തടയുന്നതിലും ഭേദമാണ്, ഡിഫെൻഡ് ചെയ്യുന്നതിന് ഭേദമാണ് അത് വരുന്നതിന് മുൻപ് കണക്ക് കൂട്ടി ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇസ്രായേലിനെ ശക്തമാക്കുന്നത് ആ മൊസാദാണ്. നമ്മുടെ വീടുകളിലും നമ്മൾ സ്ത്രീകൾ അവേക്കന്റ് ആയിട്ട്, ഇന്റലിജന്റ് ആയിട്ട്, പ്രാർത്ഥനയോടുകൂടി ജാഗരൂകതയോടുകൂടി ഈ വൈസ് വേർജിൻസിനെ പോലെ ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. മക്കൾ വഴിതെറ്റി പോകാതെ കുടുംബത്തിൽ സമാധാനത്തിന് വേണ്ടി ഒക്കെ ശലോമോൻ ദൈവത്തോട് ചോദിച്ച വിവേകമാണ് നമുക്ക് വേണ്ടത്. വിവേകം വിശുദ്ധ ബൈബിളില് യേശുക്രിസ്തു ദൈവം ശലോമോന് കൊടുത്തതിനോടൊപ്പം കിങ് സോളമൻ ചോദിക്കാത്ത സമ്പത്ത്, കീർത്തി, പ്രശസ്തി, അധികാരം, ദീർഘായുസ്, ശത്രു സംഹാരം ഇതെല്ലാം ലഭിച്ചു. അപ്പൊ നമുക്ക് ഈ ഒരു സമ്പത്തും പ്രശസ്തിയും അധികാരവും നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വിവേകമില്ലാത്തത് കൊണ്ട്. ഇന്ന് അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവ് നഷ്ടപ്പെട്ട ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഡിസ്ക്രിഷൻ, വിസ്ഡം ഇല്ലാതെ. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ദൈവത്തോട് വിവേകത്തിനായിട്ട്, ഡിസ്ക്രിഷനായിട്ട്, ജ്ഞാനത്തിനായിട്ട്, പ്രൂഡൻസിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ടുഗദർ എവ്രിവൺ അച്ചീവ്സ് മോർ എന്നാണ്. നമുക്ക് ആർക്കും ഒറ്റയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കത്തില്ല. ഈ ശത്രുക്കളായിട്ട് ഉള്ളവരുടെ പോലും നമുക്ക് ഉപകാരം വേണ്ടി വരും. അപ്പൊ എല്ലാവരുമായിട്ട് നമുക്ക് കണക്റ്റഡ് ആയിട്ട് ഇതുപോലുള്ള കമ്മ്യൂണിറ്റീസ് ഇനിയും വളർന്നു വരണം. YWCA വളരെയധികം സ്തുത്യർഹമായിട്ടുള്ള ഓരോ പ്രോഗ്രാംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി ഇവിടെ വന്നപ്പോൾ എന്റെ ഒബ്സർവേഷനിൽ. അപ്പൊ ഇതുപോലെ ഇനി സ്ത്രീ ശാക്തീകരണത്തിന്, വുമൻ സപ്പോർട്ടിംഗ് വുമന്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. വുമൻ സപ്പോർട്ടിംഗ് വുമൻ, അതാണ് നമുക്ക് വേണ്ടത്. വുമൻ ഷുഡ് സപ്പോർട്ട് വുമൻ. ഇത് YWCA അങ്ങനെ അതിനുള്ള ഒരു വലിയൊരു ഉദാഹരണമാണ്. സ്ത്രീകൾ തന്നെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുക. ഒരു സ്ത്രീ തന്നെ മറ്റുള്ള ഒരു സ്ത്രീയുടെ കിരീടത്തിന്, ക്രൗണ് കാരണമാവുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ നമ്മൾ പരസ്പരം പ്രോത്സാഹിച്ചും അക്നോളജ് ചെയ്തും അപ്രീസിയേഷൻ നൽകിയും ഒക്കെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. കാരണം നമ്മൾ എല്ലാവരും കണക്റ്റഡ് ആണ്, ഒരുമിച്ച് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പൂക്കളം നമ്മളെ സൂചിപ്പിക്കുന്നത് പല നിറങ്ങൾ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ്. എല്ലാം ഒരുപോലെയല്ല. അപ്പോ ഈ ഭിന്നതകളും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ഇംപെർഫെക്ഷൻസിന്റെ ഇടയിലും ഒരുമയോടുകൂടി ആ ഇരിക്കുക എന്നുള്ളതാണ് ഈ ഓണം നൽകുന്ന നമുക്ക് വലിയ സന്ദേശം. ഓണസദ്യയിലാണെങ്കിൽ പല രുചികളാണുള്ളത്. നമുക്ക് പായസം, സ്വീറ്റ് മാത്രം പോരല്ലോ, എരിവും പുളിയും ഒക്കെ ചേർന്നതാണല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമുക്ക് ജീവിതത്തിൽ ദൈവം ഇട്ടു തരുന്ന പ്രതിസന്ധികളൊക്കെ നമുക്ക് കരകയറാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ആദ്യം വേണ്ടത് നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ്. ബൈബിൾ, ദൈവവചനത്താൽ നമ്മൾ ഒരുങ്ങുക. യേശുക്രിസ്തുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുക തന്നെ ചെയ്യും. അപ്പോ ഈ ഒരു
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 2026 ഓണം വലിയൊരു അനുഗ്രഹമാവട്ടെ, നല്ലൊരു തുടക്കമാവട്ടെ. നിങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും എല്ലാവർക്കും ഈ YWCയിൽ എല്ലാവർക്കും ദൈവം സമൃദ്ധിയായിട്ട് നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഞാനും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരെയും ഓർക്കുന്നു, നിങ്ങളെല്ലാവരെയും ഞാൻ കാണുന്നു. പലരും എൻ്റെ ഗ്രൂപ്പിലുണ്ട്, പലരും എന്നെ മെസ്സേജ് ചെയ്തു. ഞാനിവിടെ വരുന്നതിന് മുൻപ് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ എൻ്റെ പ്രാർത്ഥനകളും ഒക്കെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെയുണ്ട്. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. വിഷിംഗ് യു ഓൾ എ വെരി വെരി ഹാപ്പി ഓണം. താങ്ക് യു.